നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. പറഞ്ഞു ഞാൻ മുറ്റത്തോട്ടിറങ്ങി. രഘു, ഞാൻ കുറച്ചുനാള് നാട്ടിൽ നിന്ന് വിട്ടു നിൽക്കാൻ തീരുമാനിച്ചിരിക്കുക. മക്കളുടെയും കുടുംബത്തിന്റെയും നന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും വഴിപാടുകൾ നടത്താനും വേണ്ടി ചെറിയൊരു തീർത്ഥയാത്ര. അല്ല, എന്താ മാവ് പെട്ടെന്ന് അങ്ങനെ ഒരു തീരുമാനം എടുത്തേ? അമ്മാൻ എന്തെങ്കിലും വിഷമമുണ്ടെങ്കിൽ എന്നോടെങ്കിലും പറഞ്ഞൂടെ? എനിക്ക് വിഷമമൊന്നുമില്ല രഘു. തെളിഞ്ഞ മനസ്സോട് തന്നെയാ ഞാൻ ഇറങ്ങിയത്. എന്റെയും എന്റെ മക്കളുടെയും ജീവിതത്തിൽ ചില മാറ്റങ്ങളൊക്കെ വരുത്തേണ്ട സമയമായെന്ന് എനിക്ക് തോന്നി. കല്യാണം കഴിഞ്ഞ എന്റെ മക്കളുടെ പൂർണ്ണ ഉത്തരവാദിത്തം ഞാൻ അവരുടെ ഭർത്താക്കന്മാരെ ഏൽപ്പിക്കാൻ പോവാ. നീ അമ്പിളി ഒരിക്കലും കൈവിടില്ലെന്ന് എനിക്കറിയാം. ഇന്ദ്രനെയും ഞാൻ വിളിച്ചിരുന്നു. എന്നിട്ട് ഇതുവരെ അനുവിനെ മോനെ നോക്കാൻ അച്ഛനുണ്ടല്ലോ എന്ന സമാധാനമായിരുന്നു അവന്. അതിനെ ഉണ്ടാവില്ലെന്ന് പറഞ്ഞപ്പോ അവൻ അവരെ ഏറ്റെടുക്കാന്ന് സമ്മതിച്ചു. ശബരിയുടെ അച്ഛനോടും ഞാൻ കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ടുണ്ട്. വിനയന്റെ കാര്യം നിനക്കും ഇന്ദ്രനും ദാസനും കൂടി ചേർന്ന് തീരുമാനിക്കാം. അമ്മാവ, ഇതൊക്കെ അമ്മാവൻ ഇവിടെ നിന്നായാലും ചെയ്യാലോ. ഞാൻ നിങ്ങളുടെ വിളിപ്പുറത്ത് തന്നെ ഉണ്ടാവും രഘു. നിങ്ങൾ എന്നെ കാണുന്നില്ലെങ്കിലും ഞാൻ നിങ്ങളെ കണ്ടുകൊണ്ടേയിരിക്കും. പിന്നെ മഞ്ചാടി മോൾക്ക് മാത്രമാണ് ഇപ്പൊ അച്ഛന്റെ ആവശ്യമുള്ളത്. അവളുടെ എല്ലാ കാര്യങ്ങളും നോക്കാൻ ഞാൻ നിന്നെ ഏൽപ്പിക്കാണ്ടേക്കൂ. നിന്നെയും ഇന്ദ്രനെയും എല്ലാം ഏൽപ്പിച്ചിട്ടാണ് ഞാൻ മാറി നിൽക്കുന്നത്. ഞാൻ തിരിച്ചു വരുമ്പോഴേക്കും നമ്മുടെ കുടുംബത്തിലെ പഴയ സന്തോഷവും സ്നേഹവും ഒത്തൊരുമയും ഒക്കെ തിരിച്ചു കൊണ്ടുവരാൻ നിങ്ങൾക്ക് കഴിയണം. ഇനി നിങ്ങൾ നയിക്കുന്ന കുടുംബത്തിൽ വിശ്രമ ജീവിതം നയിക്കണമെന്നാ അമ്മാവിന്റെ ആഗ്രഹം. അമ്മാവ, വിഷമിക്കേണ്ട മോനെ രഘു. പെൺമക്കൾ എപ്പോഴും അച്ഛന്റെ തണലിൽ മാത്രം ജീവിച്ച പോരാ. ആ സ്നേഹവും സ്വാതന്ത്ര്യവും ആസ്വദിക്കുന്നതിനിടയിൽ അവർ സ്വന്തം കുടുംബം എന്ന ആശയം മറന്നു പോവുകയാണ്. അത് പാടില്ല. അച്ഛൻ ഒരു നാളങ്ങ് കടന്നു പോകും. അപ്പോഴും അവർക്ക് താങ്ങും തണലും തലോടലും ഒക്കെ ലഭിക്കണമെങ്കിൽ ഭർത്താക്കന്മാര് കൂടെ ഉണ്ടാവണം. ഞാൻ എന്റെ കുടുംബം ഉണ്ടാക്കിയതുപോലെ എന്റെ മക്കൾ ഓരോരുത്തരും അവരുടേതായ കുടുംബം ഉണ്ടാക്കുന്നത് എനിക്ക് കാണണം രഘു. അതിനാണ് ഈ യാത്ര. അമ്മാവനെ അങ്ങോട്ടൊന്ന് വിളിക്കാൻ പോലും പറ്റില്ലല്ലോ. ഇപ്പൊ വിളിക്കുന്ന ഫോൺ അമ്മാവന്റെ കയ്യിൽ കാണുമോ? ഇല്ല രഘു, ഇതൊരാളുടെ ഔദാര്യ. ഇതുപോലെ ആരുടെയെങ്കിലും ഒക്കെ കയ്യിൽ നിന്ന് ഫോൺ വാങ്ങി എന്റെ ഫോണിലേക്ക് ഞാൻ വിളിക്കാം. ആ ഫോൺ എപ്പോഴും നിന്റെ കയ്യിൽ തന്നെ ഉണ്ടാവണം. എന്നെ അന്വേഷിക്കരുത് രഘു. അനന്തം മാഷ് നാട് വിട്ടു പോയെന്ന് ആർക്കും തോന്നുകയും മരുത്. അമ്മാവൻ വയ്ക്കട്ടെ. ഹലോ അമ്മാവ. ഹലോ.